മറ്റു വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതിയത്. ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 13ഉം ബീഹാറിലെ 5ഉം ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങളും ഇന്ന് വിധിയെഴുതി. പശ്ചിമബംഗാളിലെ 7 മണ്ഡലങ്ങളിലെയും ഒഡീഷയിലെ 5 മണ്ഡലങ്ങളിലെയും വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞതിനു ശേഷം ജമ്മുവിലെ വോട്ടർമാരും ലഡാക്കിലെ വോട്ടർമാരും ഇന്ന് പോളിംഗ് ബൂത്തിലെത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയും BJP നേതാവ് സ്മൃതി ഇറാനി ജനവിധി തേടിയ അമേഠിയുമാണ് ഉത്തർപ്രദേശിലെ പ്രമുഖ താരമണ്ഡലങ്ങൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ഒമർ അബ്ദുള്ള, ചിരാഗ് പാസ്വാൻ തുടങ്ങിയവരും ഇന്ന് ജനവിധി തേടിയ പ്രമുഖരാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യവും NDAയും തമ്മിലാണ് പ്രധാന മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ് ഇടതു സഖ്യവും NDAയും തമ്മിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഒഡീഷയിൽ ബിജു ജനതാദളും കോൺഗ്രസും തമ്മിലാണ് പോരാട്ടം. ഇന്ത്യ മുന്നണിയും NDAയും മികച്ച വിജയം നേടുമെന്നാണ് അവകാശപ്പെടുന്നത്. ജാർഖണ്ഡിലെ ഹസാരിബാഗ് ജില്ലയിൽ 2000ഓളം ഗ്രാമീണർ വോട്ട് ബഹിഷ്കരിച്ചു. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.